പരിപാടി പിന്നെ മറൈൻ ഡ്രൈവിൽ കുറച്ച് ദൂരം ഞങ്ങളെല്ലാവരും കൂടി ഒരു വാക്ക് പ്രോഗ്രാം, അതായത് പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ 20 ദിന സമാധാന പരിപാടി പരിപൂർണമായി നടപ്പാക്കുകയും ഗാസയുമായി ബന്ധപ്പെട്ട ആ തർക്കം ശാശ്വതമായി പരിഹരിക്കുകയും ചെയ്യണം എന്ന ഒരു താല്പര്യം മുൻനിർത്തി ഒരു ജനകീയ കൂട്ടായ്മ എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്നാണല്ലോ അവിടെ നടക്കുന്ന ചർച്ച, നിർണായകമായ ചർച്ച. അപ്പോൾ ഇന്നത്തെ ഈ റിപ്പോർട്ടുകളനുസരിച്ച് താൽക്കാലികമായൊരു വെടിനിർത്തലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ സമാധാന ചർച്ചയ്ക്ക് 20 പോയിൻ്റ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ അതിൽ ഹമാസിനെ പങ്കെടുപ്പിച്ചില്ല എന്നൊരു പരാതി ഇപ്പം തന്നെ ഹമാസ് വക്താക്കൾ ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്ക ഇസ്രായേലുമൊത്ത് ഒരു സമാധാന ഉടമ്പടി അടിച്ചേൽപ്പിക്കാൻ പോകുന്നു എന്ന ഒരു ധ്വനി ഇതിൽ നിന്നുണ്ടാകുന്നത് വളരെ അപകടകരമാണ്. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം 2007 മുതൽ അവർ കൈവശം വച്ചിരിക്കുന്ന പ്രദേശത്ത് നിന്നാണിപ്പോൾ ഒഴിഞ്ഞു പോകാൻ അവർ നിർബന്ധിതരായിരിക്കുന്നത്. അത് ആ ഭൂമി പാലസ്തീൻ അതോറിറ്റിക്ക് വിട്ടുകൊടുക്കണം എന്നാണ് ഈ വ്യവസ്ഥകളിലൊന്ന്. ഹമാസിന് ഇസ്രയേലിനെ പോലെ തന്നെ സ്വീകാര്യമല്ലാത്ത ഒരു സംവിധാനമാണ് പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്നത്. അതൊരു വലിയ തലവേദനയാണ് ഈ സമാധാന പ്രിയരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇതിന് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട്, ഇത് മേൽനോട്ടത്തിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പഴയ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയറും ചേർന്നുള്ള ഒരു സമിതിയെ ഏൽപ്പിക്കാമെന്നാണ്. അതും വാസ്തവത്തിൽ ഈ ഗാസ മുനമ്പ് കയ്യേറ എന്നുള്ളത് ജനക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ പിന്നിലുള്ളത് റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ്. അത് കൊളോണിയലിസം പിൻവാതിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നടക്കുന്നതെന്നുള്ളതാണ് ഒരു വിഭാഗം ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ളത്. പാലസ്തീന് സ്വതന്ത്രമായി നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഈ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പരിപൂർണമായി ഹമാസിനെ ഒഴിപ്പിക്കുകയും അത് ഒരു തരം ന്യൂട്രൽ സോണായിട്ടോ അല്ലെങ്കിൽ പാലസ്തീനിയൻ കൂടി നിയന്ത്രണമുള്ള ഒരു മേഖലയായോ മാറ്റണം. എങ്കിൽ മാത്രമേ സ്ഥിരമായി സമാധാനം അവിടെ നിലവിൽ വരാൻ കഴിയൂ. ഇതിപ്പോൾ ഒരു തുടക്കം എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാം. പക്ഷേ എപ്പോഴും പാലസ്തീനിയൻ ജനത അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ഒറ്റയ്ക്ക് വലിയ കൂട്ടായോ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും അവർ പ്രതിനിധാനം ചെയ്യുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങളും റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളും കാത്തു നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതിനെതിരെ അതിതീവ്രമായ നിലപാടുകൾ എടുക്കാൻ പലപ്പോഴും പാലസ്തീനിയൻ ജനതയും തയ്യാറാകും. അപ്പോൾ ഈ ലോക സമാധാനം അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ സമാധാനം എന്ന് പറയുന്നത് പല തടസ്സങ്ങളും ഇനിയും തരണം ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ജാഗ്രതയായ ഒരു നിലപാട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ മോണിറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഈജിപ്റ്റ്, സിറിയ, UAE, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങളുടേതായ ഒരു കമ്മിറ്റി, അവരെ കൂടെ ഇതിനുമായി ബന്ധിപ്പിക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് എത്രമാത്രം ഈ ഒരു ഫ്രെയിംവർക്കിനകത്ത്, ഈ ചട്ടക്കൂടിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കും. അപ്പോൾ സ്വാഗതാർഹമായ പല വശങ്ങളും ഈ ധാരണയിലുണ്ടെങ്കിലും ശാശ്വതമായ സമാധാനം എന്ന് പറയുന്നത് ലോകസമാധാനം കാക്ഷിക്കുന്ന ജനത ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തണമെങ്കിൽ ഇനിയും നമ്മൾ കുറേയധികം കടമ്പകൾ കടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത നിലനിർത്തേണ്ടത് പാലസ്തീനിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഔദ്യോഗികമായി ഇന്ത്യ ഗവൺമെൻറ് നിലപാട് ഇസ്രയേലിന് അനുകൂലമാണ്.
അതുകൊണ്ട് തന്നെ വിശ്വാസം ഉള്ള ഒരു ജനതയെ നമ്മൾ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം ആർജിക്കാനുള്ള രീതിയിലുള്ള നയസമീപനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് ഉണ്ടാകത്തിടത്തോളം കാലം ഇന്ത്യക്ക് പാലസ്റ്റീനിയൻസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ പല ഭാഗത്തു നിന്നും പാലസ്റ്റീനി അനുകൂലമായി പ്രകടനങ്ങളും പിന്നെ ധർണയും മറ്റു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആത്മാർത്ഥത കൂടിയാണെന്നുള്ളത് അതിൻ്റെ ആ നിലപാടുകളുടെ സ്ഥിരതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ പരസ്പര വിശ്വാസവും പരസ്പര ധാരണയും ഇല്ലാതെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാതെ, ഇപ്പോൾ പ്രത്യേകിച്ച് ട്രംപ് വന്നതിന് ശേഷം ഐക്യരാഷ്ട്രസഭ പിരിച്ചുവിടണം, ലോകാരോഗ്യ സംഘടന പിരിച്ചുവിടണം, ലോക വ്യാപാര സംഘടന പിരിച്ചുവിടണം എന്നുള്ള ഡിമാൻഡ്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മാറി മാറി ഉന്നയിക്കുമ്പോൾ സ്ഥിരമായൊരു ആഗോള ധാരണ ഒരു മേഖലയിലും ഇല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയിലാണ് ആഗോള തലത്തിൽ തന്നെ. ഈ ആഗോള അനിശ്ചിതത്വം സമാധാനത്തിൻ്റെ മേഖലയിലായാലും യുദ്ധത്തിൻ്റെ മേഖലയിലായാലും സാമ്പത്തിക സഹകരണത്തിൻ്റെ മേഖലയിലായാലും തുടരുന്നിടത്തോളം കാലം ഇസ്രയേലിനെതിരായ ജാഗ്രത പാലസ്റ്റീനിയൻസിൻ്റെ ഭാഗത്തു നിന്നും അറബി രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.